ഷറഹീം കഴിഞ്ഞ 2024 ഫെബ്രുവരിയിലെ ബജറ്റ് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ബജറ്റാണ്. കാരണം 400 പാറുമായിട്ട് അധികാരത്തിൽ തിരിച്ചെത്താൻ പോവുകയാണ്. പോപ്പുലിസ്റ്റായി ഒന്നും ഉണ്ടായില്ല. കിസാൻ സമ്മാൻ നിധി ഇരട്ടിയാക്കുമെന്നൊക്കെ വിചാരിച്ചെങ്കിൽ ഒരു തരത്തിലും ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ ഇപ്പോൾ സർക്കാരിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ നയസമീപനങ്ങളിൽ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടോ? ജനങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യണം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് എന്നുള്ള നിലയിൽ ഈ ബജറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മെസ്സേജുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താ കോമൺ പീപ്പിളിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? അത് വിലക്കയറ്റമാണ്. ജനങ്ങളുടെ ജീവിത ചെലവ് ഉയരുന്നു എന്നുള്ളതാണ്. അതായത് വരുമാനം കുറയുന്നു, ജീവിത ചെലവ് ഉയരുന്നു. വരുമാനം കുറയാനുള്ള കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ശ്രീ അജിത് കുമാർ, അത് ജോബ്ലെസ് ഗ്രോത്താണ്. GDP-യിൽ വളർച്ചയുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. സാമ്പത്തിക വളർച്ചയ്ക്ക് നിദാനമായി തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. തൊഴിലില്ലെങ്കിലോ വരുമാനമില്ല. ഇനി ഉള്ള തൊഴിലോ അണ്ടർ എംപ്ലോയ്മെൻ്റാണ്. നമ്മളെപ്പോഴും എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായി അൺഎംപ്ലോയ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. പൂർണ്ണമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. ഇനി അണ്ടർ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. എന്താ അണ്ടർ എംപ്ലോയ്മെൻറ്റ്? അർഹിക്കുന്ന നമ്മുടെ ബിരുദത്തിനനുസൃതമായി ശമ്പളമില്ല. എനിക്ക് ജോലി ഉണ്ടാകും, അതൊരു കോൺട്രാക്ട് ലേബറിംഗ് ആയിരിക്കും. വളരെ തുച്ഛമായ പൈസയ്ക്ക് ഞാൻ ജോലി എടുക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വർക്ക് കൾച്ചറാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് മാത്രം, അൺഎംപ്ലോയ്മെൻറ്റിനേക്കാൾ ഭീകരമാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ഉയർന്ന ബിരുദമുള്ളവർ തുച്ഛമായ ശമ്പളത്തിന് ജോലി എടുക്കേണ്ടി വരുന്ന പ്രതിഭാസമാണത്. ഈ പ്രതിഭാസം ഇന്ന് രാജ്യത്ത് സജീവമായിട്ടുണ്ട്. ആ ചെറിയ ശമ്പളത്തിന് ജോലിയെടുക്കുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിത ചെലവ് അനുദിനം വർദ്ധിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മൊബൈൽ താരിഫിൻ്റെ ഉൾപ്പെടെ വർധനവ്. നിങ്ങൾ നോക്കൂ, ഈ ബഡ്ജറ്റിൻ്റെ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായ ഒരു മനുഷ്യൻ്റെ ജീവിത ചെലവ് എത്ര വർദ്ധിച്ചിട്ടുണ്ടാവും? ഓരോ ദിവസവും പെട്രോളിൻ്റെ, ഡീസലിൻ്റെ, പാചകവാതകത്തിൻ്റെ വില ഉയരുമ്പോൾ ഒരാളുടെ ജീവിത ചെലവ് ഉയരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൊബൈൽ താരിഫ് അവൻ്റെ ജീവിത ചെലവ് ഉയർത്തുന്നു. ഇതിനോടനുബന്ധമായി ഭക്ഷണത്തിൻ്റെ, മറ്റ് സാധനങ്ങളുടെ ജീവിത ചെലവ് എല്ലാ അർത്ഥത്തിലും, യാത്ര എല്ലാ അർത്ഥത്തിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടോ? എന്തെങ്കിലും ഒരു കൺട്രോൾ? മരുന്നിൽ ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടോ? എവിടെയെങ്കിലും ഒരിടത്ത് നമ്മുടെ ഫ്ലൈറ്റ് യാത്രാ ചിലവ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, നമ്മുടെ മൊബൈൽ താരിഫിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാം ഡീറെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് വ്യത്യസ്ത സ്ഥാപനങ്ങളിലോ വ്യത്യസ്ത മേഖലകളിലോ ഒരു നിയന്ത്രണമില്ല. പെട്രോൾ പ്രൈസ് ഗവൺമെൻറ്റിന് നിയന്ത്രണമുണ്ടോ? ഇതൊന്നും ഇല്ലാത്തടത്തുള്ള കാലം. അങ്ങ് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്. അങ്ങ് ചോദിച്ചൊരു പോളിസി ഷിഫ്റ്റ് കാണുന്നുണ്ടോ എന്നാണ്. ഇല്ല. സാധാരണ ജനങ്ങളെ കണ്ടുകൊണ്ട് ഇലക്ഷനിൽ നിന്ന് പാഠം പഠിച്ച് ഒരു പോളിസി ഷിഫ്റ്റ് ആയിരുന്നുവെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ ഗവൺമെൻറ്റിൻ്റെ ന്യായമായ നിയന്ത്രണം കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുമായിരുന്നു. നമ്പർ 2, നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ റബ്ബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റബ്ബർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ റബ്ബറിൻ്റെ വിലയെ സംബന്ധിച്ച് വെച്ചിട്ട് ഒരു ബിഷപ്പിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ഓർമ്മയുണ്ടല്ലോ. കേരളത്തിലെ ഒരു വശത്ത് മാതാവിന് കുരിശ് ഉണ്ടാക്കി കൊടുക്കുന്നു, കിരീടം ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു ക്രിസ്ത്യൻ അപ്പീസ്മെൻറ്റ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യൻ എന്നതിനപ്പുറത്ത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും കർഷകരുടെ പാർട്ടിയാണ് ഞങ്ങളുടെ എന്ന് പറയാൻ ശ്രമിക്കുന്നു. എന്താ നിങ്ങൾ കേരളത്തിലെ കർഷകർ കൊടുത്തത്? റബ്ബർ, ഈ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട റബ്ബർ കർഷകരുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യം എന്താണ്? കേരളത്തിൻ്റെ പൊതുവായ പാക്കേജിനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞാൻ പറഞ്ഞു, അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചു, അഭിനവർക്കി പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചില്ല. കർഷകരുടെ കാര്യം മൊത്തത്തിൽ ആസ് എ ഹോൾ പരിഗണിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ അങ്ങനെ കർഷകരുടെ കാര്യം പരിഗണിച്ചു എന്ന് പറയുമ്പോഴും എങ്ങും പരിഗണിച്ചിട്ടില്ല. യഥാർത്ഥ വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല. സമരമുദ്രാവാക്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. വീണ്ടും സംയുക്ത കിസാൻ മോർച്ച സമരത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യമില്ല, അതിൽ നിങ്ങൾക്ക് തർക്ക വിഷയമുണ്ട്. പക്ഷേ അവകാശവാദത്തിന് വേണ്ടിയെങ്കിലും കേരളത്തിലെ റബ്ബർ കർഷകർ കേരളത്തിൻ്റെ എക്കോണമിയെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. ഈ റബ്ബർ കർഷകർക്ക് വേണ്ടി ന്യായമായ എന്തെങ്കിലും ഒരു കാര്യം ബഡ്ജറ്റിലുണ്ടോ? എന്താ ഇല്ലാത്തത്? അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷമാണ്? ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ പക്ഷമാണ്. നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് ഇളവ് ചെയ്യുന്നു. അതിനാനുപാതികമായി ഈ രാജ്യത്തെ ഏതെങ്കിലും സാധാരണക്കാരുടെ വേറൊന്നുണ്ട്, ലോണിൻ്റെ, സാധാരണക്കാരന് എടുക്കാൻ നിർബന്ധിതമാകുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായ കാര്യം, സാധാരണക്കാരൻ്റെ ജീവിത ചെലവ്, ഞാൻ ഒരു കാര്യത്തിലൊന്നും പറയുന്നില്ല, ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരൻ്റെ ജീവിത ചെലവിനെ കുറയ്ക്കുന്ന, അവന് ആശ്വാസമാകുന്ന എന്ത് പ്രഖ്യാപനമാണ്, എന്ത് പദ്ധതിയാണുള്ളത്? അന്ന് പറഞ്ഞു കുറേ കാലമായി റൂട്ട് മാപ്പാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റൂട്ട് മാപ്പ് ശരി, പറയാനൊക്കെ എളുപ്പമാണ്. റൂട്ട് മാപ്പ് എന്ന പദമൊക്കെ ഒരു ഭംഗിയുണ്ട്. റൂട്ട് മാപ്പ് ശരി, ആ റോഡ് മാപ്പിൽ എന്താണ് ഈ പറയുന്ന
നിങ്ങൾ ഈ പറയുന്നതിൽ നിങ്ങളുടെ സമീപനം എന്താണ്? നിങ്ങളത് പറ. ഇപ്പൊ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ശരി, ഇനി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള വിഷയമേ ഇതല്ല. നമ്മളിന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം കോൺട്രാക്ച്വലൈസേഷനാണ്. അത് ഏതുവരെ പോയെന്ന് പറഞ്ഞാൽ സൈന്യത്തിൽ പോലും കോൺട്രാക്ട് വൽക്കരിക്കാമെന്നായി. സൈന്യത്തിൽ പോലും ഇന്റേൺഷിപ്പും ഇൻസെൻറ്റീവും എല്ലാം കൊടുത്ത് ഒരു താൽക്കാലികമായൊരു സംവിധാനമാക്കാമെന്നായി. അതല്ലല്ലോ വേണ്ടത്. രാജ്യത്ത് അഭ്യസ്ത വിദ്യരുടെ എണ്ണം വർദ്ധിക്കുന്നു. ആ അഭ്യസ്ത വിദ്യരുടെ എണ്ണത്തിന് ആനുപാതികമായി അവർക്ക് ഇന്ത്യയിൽ ജോലി കൊടുക്കാനാകുന്നില്ല. നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ഇളവുകൾ കൊടുക്കുന്നു, കോർപ്പറേറ്റുകൾക്ക് ലാൻഡ് കൊടുക്കുന്നു, ആ കോർപ്പറേറ്റുകളെ കൊണ്ടുവരുന്നു. അവിടെ അവർ എത്രയാണ് കൊടുക്കുന്ന ശമ്പളമെന്ന്, അവിടുത്തെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? അവിടുത്തെ ശമ്പളം വെച്ച് എങ്ങനെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരൻ ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടോ? എത്ര പേർക്കാണ് ഒരു മൈനർ വിഭാഗത്തിന് മാത്രമാണ് ആകർഷകമെന്ന് നമുക്ക് പറയാവുന്ന ശമ്പളമുള്ളത്. ആ ആകർഷകമായ ശമ്പളം പോലും ഇന്നത്തെ ഇന്ത്യയിലെ ജീവിത ചെലവിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ നമ്മൾ മെച്ചപ്പെട്ട ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ഇന്ന് ജീവിക്കാൻ, നല്ല നിലയിൽ ജീവിക്കാൻ സാധിക്കും? മെച്ചപ്പെട്ട ശമ്പളം വാങ്ങുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. താഴ്ന്ന ശമ്പളം വാങ്ങുന്ന ആളുടെ അൺഎംപ്ലോയ്മെൻ്റ് കാര്യമല്ല, മെച്ചപ്പെട്ട ശമ്പളം വാങ്ങുന്ന ഒരാളുടെ കാര്യം എടുത്ത് കുറച്ച് പേരാണ്. അവർക്ക് ജീവിക്കാനാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ നയത്തിൽ മാറ്റം വരുത്തുന്നില്ല. നിങ്ങൾ രാജ്യത്തെ ഭീകരമായ തൊഴിലില്ലായ്മ എല്ലാ മേഖലകളിലും, നിങ്ങൾ എന്തിനാണ് തസ്തിക നികത്താതിരിക്കുന്നത്? ഈ BJP ഉണ്ടാകുന്നതിന് മുമ്പ് രാജ്യത്തുള്ള തസ്തികകളില്ലേ കാലം ഇത്രയുമായിട്ട് ഈ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ, രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകളിൽ, രാജ്യത്തെ വ്യത്യസ്ത ഓഫീസുകളിൽ, വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ, സൈന്യത്തിൽ, യൂണിഫോം സർവീസ്, BSF, അതുപോലെ CASF പോലുള്ള മേഖലകളിൽ എല്ലായിടത്തും ഒഴിവല്ലേ? ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ നമ്മൾ കണ്ടില്ലേ, പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി പരിശോധിച്ചപ്പോൾ പാർലമെന്റിലെ സെക്യൂരിറ്റി സ്റ്റാഫ് പോലും നൂറുകണക്കിന് സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ ഒഴിവ് വർഷങ്ങളായി നികത്താതിട്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ പാർലമെന്റ് മുതൽ ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഇങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ തസ്തികകളൊന്നും നിങ്ങൾ നികത്താതെ എങ്ങനെയാണ്, എപ്രകാരമാണ് നിങ്ങൾക്ക് രാജ്യത്തെ തൊഴിലില്ലായ്മയെ ഫലപ്രദമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയുക? അതിന് നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ഞങ്ങൾ സബ്സിഡി കൊടുക്കുന്നു, അവിടെ നിങ്ങൾ 5000 രൂപയ്ക്ക്, ഞാൻ ശ്രീ സന്ദീപ് വാര്യരോട് ഞാൻ ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് 5000 രൂപയ്ക്ക് ഒരു ദിവസം അദ്ദേഹത്തിന് എവിടെ ജോലി ചെയ്യാൻ പറ്റും? ഒരു 5000 രൂപ അദ്ദേഹത്തിൻ്റെ എത്ര ദിവസത്തെ ചിലവിന് വേണ്ടി? അദ്ദേഹം ഒന്ന് പറയട്ടെ ഈ ചർച്ചയിൽ. അദ്ദേഹത്തിന് പേഴ്സണലി 5000 അതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം.